മാർച്ച് മാസം 5-ാം തീയതി ക്രിസ്തുവർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം നൽകുന്ന ഓരോ അവസരങ്ങൾക്കായും ഞാൻ വ്യക്തിപരമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. സന്ദേശം കേൾക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേരുന്നു. ഇന്നത്തെ തിരുവെഴുത്ത് വായന എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിന് അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ ഉറപ്പിച്ച് എത്തുന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാകാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. മഹത്വമുള്ള സ്വർഗീയ പിതാവേ, പരിശുദ്ധനായ അവിടുത്തെ സന്നിധിയിൽ പാപികളായ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെ തന്നെ പരിശോധിക്കാനും പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് അവിടെ സമീപം ഇരിക്കുവാനും വചനം പഠിക്കുവാനും നന്ദി പറയുവാനും സ്തുതി ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വചനം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വചനത്തിന്മേൽ വെളിച്ചം പകരണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. എബ്രായ ലേഖനം വളരെ അത്ഭുതകരമായ ദൈവിക വെളിപ്പാടുകളാണ്. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതിന് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. നമ്മൾ കേൾക്കണം. അത് കേട്ട വചനം നമ്മൾ ശ്രദ്ധയോടെ കരുതേണ്ടത് ആവശ്യമാണ് എന്ന് പറയാം. എന്നാൽ ഇത് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ് ഇപ്രകാരം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ 1-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നാം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം വേണം അതുകൊണ്ട് നാം എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നാം ചെയ്യേണ്ടത്. ആദ്യമേ നമ്മൾ അറിയണം, പിന്നെ നമ്മൾ ചെയ്യണം. ഇവിടെ ഈ പുത്രൻ ആരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് 1-ാം അധ്യായത്തിൽ പറയുന്നില്ല. 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുമ്പോഴാണ് ആദ്യമായിട്ട് യേശു എന്ന നാമം തന്നെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എബ്രായ ലേഖനം നാം വായിക്കുമ്പോൾ അതിൻ്റെ ഒരു രീതി, എഴുത്തുകാരൻ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വായനക്കാരെ, ഈ ലേഖന വായനക്കാരെ, ഈ പ്രസംഗ പ്രസംഗത്തിൻ്റെ ആ ഉള്ളടക്കം എഴുതിയ ഈ ലേഖനം അത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അപ്രകാരം തന്നെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ദൈവിക സത്യങ്ങൾ അതേപടി ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു രീതിയുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷമാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നാം എബ്രായ ലേഖനം വായിച്ചു വരുമ്പോൾ അത് തുടങ്ങുന്നത് തന്നെ ദൈവം അരുളി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഗോഡ് സ്പോക്ക്. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ചുള്ളൊരു വ്യക്തമായ ധാരണ ദൈവത്തിൻ്റെ വെളിപ്പാടായ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ആവശ്യമാണ്. നമുക്ക് ദൈവം തൻ്റെ വ്യക്തിപരമായ പ്രവൃത്തിയാൽ, തൻ്റെ സൃഷ്ടിയിൽ, നമ്മുടെ മനഃസാക്ഷിയിൽ ദൈവത്തിൻ്റെ സ്വഭാവം എല്ലാം അല്പമായിട്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും ദൈവം വ്യക്തിപരമായി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തിനെ കൂടുതലായിട്ട് അറിയാൻ തക്കവണ്ണം, അവൻ്റെ സ്വഭാവത്തെ അറിയാൻ തക്കവണ്ണം നമുക്ക് ആവശ്യമാണ്.
നാം പ്രാർത്ഥിച്ചതുപോലെ അവൻ്റെ പരിശുദ്ധി നാം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എത്രയോ പാപികളാണ്, നമ്മൾ എത്രയോ കഴിയാലും നമ്മുടെ പാപങ്ങൾ അത് കഴുകപ്പെടുകയില്ല എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇതിന് രക്തത്താലുള്ളൊരു കഴുകൽ ദൈവം തന്നെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ പുത്രൻ്റെ കാൽവരിയിലെ രക്തം കൊണ്ടാണ്. അങ്ങനെ നമ്മൾ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പരമമായ സത്യങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനമാകുന്ന ഈ എബ്രായ ലേഖനം നാം വായിക്കുമ്പോൾ അതിൻ്റെ ആ ക്രമവും എങ്ങനെയൊക്കെയാണ് ആ എഴുത്തുകാരൻ അത് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം. തീർച്ചയായിട്ടും ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ദൈവം അരുളി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്, അതാണ് പഴയ നിയമം, പ്രവാചകന്മാർ മുഖാന്തരം. എന്നാൽ ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം ആകുന്ന പഴയ നിയമം, ദൈവത്തിൻ്റെ തന്നെ വചനമാകുന്ന പുതിയ നിയമം. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത് എന്നുള്ളത് കൂടി നമുക്കിത് പഠിക്കാൻ തക്കതായ വിഷയമാണ്. എന്നാൽ ദൈവം സംസാരിച്ചു, ദൈവം അരുളി ചെയ്തു, ദൈവം പുത്രൻ അരുളി ചെയ്തു. ഈ പുത്രൻ ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പരമമായിട്ടുള്ള വിഷയം. ഈ പുത്രനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു വിശ്വാസ സത്യങ്ങൾ അറിയില്ല എങ്കിൽ നമ്മൾ ദൈവത്തെ എത്രമാത്രം അറിഞ്ഞാലും ഈ പുത്രനെ മനസ്സിലാക്കി ഈ പുത്രനിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ആത്മരക്ഷ ലഭിക്കുന്നത്. അതിനെക്കുറിച്ച് എബ്രായ ലേഖനക്കാരൻ പറയുന്നത് ഇത്ര വലിയ രക്ഷ എന്നുള്ളതാണ്. കാരണം ഇത് നമുക്ക് നൽകുന്ന ദൈവവും ഇതിന് മുഖാന്തരമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും അതുപോലെ ഇത്ര വലിയവൻ തന്നെയാണ്. നമ്മുടെ ഭാഷയ്ക്കോ വെളിപ്പാടിനോ പറയാൻ അപ്പുറമായിട്ടുള്ള ദൈവിക സത്യങ്ങളാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ അങ്ങനെ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം അരുളി ചെയ്തു, പുത്രൻ അരുളി ചെയ്തു. അതിനുശേഷം പിന്നോട്ട് വരുമ്പോൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം വാക്യത്തിലേക്ക് വരും. 1-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പാപപരിഹാരം നടക്കുകയാണ്. അപ്പോൾ ഈ പാപപരിഹാരം നടത്തിയ ആരാ? പുത്രനാണെന്ന് നമുക്കറിയാം. എന്നാൽ അത് യേശു ക്രിസ്തു ആണ്, ഒരു കാൽവരി മരണമാണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ആവശ്യമാണ്. എന്നാൽ എഴുത്തുകാരൻ എഴുതുന്നത് ഇങ്ങനെ അറിഞ്ഞ് അത് വിശ്വസിച്ച അവർക്ക് വേണ്ടി എഴുതുന്നത് കൊണ്ട് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നാൽ നമ്മളെപ്പോലുള്ള ജാതികൾ, നമ്മൾ ജന്മനാൽ ഇസ്രായേൽ അല്ലാത്തതുകൊണ്ട് നമ്മളെക്കുറിച്ച് വേദോസം പറയും, നമ്മൾ എത്നോസ് എന്നൊരു പദം ഉപയോഗിച്ചിരിക്കുന്നു. എത്നോസ് എന്ന് പറഞ്ഞാൽ ജാതികൾ എന്നാണ് അർത്ഥം. അപ്പോൾ ജാതികൾ എന്ന് പറയുമ്പോൾ അതൊരു മോശമായ ഒരു വചനമല്ല, അത് എൻ്റെ പരിഭാഷയാണ് വിഷയമായിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവൻ ഇസ്രായേൽ ആണ് എന്ന് പറയും. അബ്രാഹാമിന് ഇസഹാക്കിന് ജനിച്ച ജനം, അതാണ് ഇസ്രായേൽ. എന്നാൽ അവരെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവജനം പറയുന്നത് നിങ്ങൾ അതല്ല, നിങ്ങൾ ഇസ്രായേൽ അല്ല എങ്കിൽ നിങ്ങൾ ജാതികളാണ്. അപ്പോൾ അതൊരു ജാതി എന്നുള്ളൊരു പദം അത് ഒട്ടും മോശമായിട്ടുള്ള ഒരു പദമല്ല. അത് ദൈവവചനം രണ്ട് കൂട്ടരെ വിഭാജിച്ച് മനസ്സിലാക്കാൻ ആ ഭാഷയുടെ ഒരു പ്രത്യേകത മാത്രമാണ്. അപ്പോൾ നമുക്ക് ജാതികളായ നമുക്ക് ഈ സാക്ഷാൽ ദൈവത്തെ നമ്മൾ അറിയണം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ നമ്മൾ അറിയണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം സഫലമാവുകയുള്ളൂ. അപ്പോൾ അതിന് ഈ എബ്രായ ലേഖനം അത് എത്രമാത്രം നമുക്ക് ഗുണകരമാണ് എന്ന് അത് ഞാൻ പഠിക്കും തോറും അത് വളരെ മധുരവും വളരെ ആലോചനകൾ നൽകുന്നതും നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നതും ഈ പുത്രനെ ചുംബിക്കാൻ തക്കവണ്ണം, ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ തക്കവണ്ണം, ആ കാൽവരിയിലെ പാപ പരിഹാര ബലിയിൽ വിശ്വസിക്കാൻ തക്കവണ്ണം അതെല്ലാം മുഖാന്തരമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ പുത്രൻ പാപവരെ ഉണ്ടാക്കിയതിന് ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തോതി ഇരുന്നു. അപ്പോൾ ഇവിടെ ആരാണ് ഇരുന്നത് എന്നോട് പറയുന്നില്ല, അത് പുത്രനാണെന്ന് നമുക്കറിയാം, പാപപരിഹാരം വരുത്തിയെന്നും അറിയാം. എന്നാൽ ഇത് യേശുവാണോ, യേശു ക്രിസ്തു ആണോ, ഇവൻ യഹൂദനായ മശിഹായാണോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട ആവശ്യം.
അതുകൊണ്ട് 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇത് യേശുവാണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആരാണ് ഈ ഇരുന്നത്? ഈ ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരുന്നത് ആരാണ്? നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തുവാണ് വലത്ത് ഭാഗത്ത് ഇരിക്കുന്നത്. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് സ്വർഗത്തിൽ ഈ സിംഹാസനത്തിൽ, പിതാവിൻ്റെ സിംഹാസനത്തിലല്ല, പുത്രൻ്റെ സിംഹാസനത്തിൽ വലത്ത് ഭാഗത്ത് ഇരിക്കുകയാണ്. അത് നമുക്കറിയാം പഴയ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന്. എന്നാൽ എബ്രായ ലേഖനത്തിൽ നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മൾ പിന്നെയും 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 വായിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, എബ്രായ ലേഖനക്കാരൻ എഴുതിയപ്പോൾ പുള്ളി തങ്ങ് 13 അധ്യായങ്ങളൊക്കെ എഴുതുകയും ചെയ്ത്, അതിനകത്ത് അധ്യായങ്ങളോ ഓരോ അധ്യായത്തിനും ഓരോ വാക്കുകളോ അങ്ങനെയൊന്നുമില്ല. പുള്ളി അങ്ങോട്ട് എഴുതി, പരിശുദ്ധാത്മാവിനാൽ അത് വിചാരിച്ച പോലെ എഴുതുകയാണ് ഉണ്ടായത്. എന്നാൽ നമ്മുടെ പഠന സൗകര്യാർത്ഥം വിദ്വാൻമാർ വേദപുസ്തകത്തിൻ്റെ ഒറിജിനൽ ഭാഷകളും അത് രചിക്കപ്പെട്ട രീതിയൊക്കെ പരിഗണിച്ച് അതൊരു പുസ്തകമാക്കി നമ്മുടെ ഇന്ന് കിട്ടുന്ന സമയത്ത് അവർ ചെയ്ത ചില മാർഗങ്ങൾ മാത്രമാണ് ഈ ഓരോ 1-ാം അധ്യായം 1-ാം വാക്യവും 1 തൊട്ട് 14 വരെ വാക്യങ്ങൾ, അത് 2-ാം അധ്യായം വരുമ്പോൾ 2 തൊട്ട് പിന്നെയുള്ള 18 വരെയുള്ള വാക്യങ്ങൾ, അങ്ങനെയെല്ലാം തരം തിരിച്ചിരിക്കുന്ന മനുഷ്യരാണ്. എന്നാൽ ഇത് ദൈവത്തിൻ്റെ വചനം എഴുതപ്പെടുമ്പോൾ അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ഈ പലപ്പോഴും ഈ അധ്യായങ്ങൾ വിഭജിക്കപ്പെടുമ്പോൾ അത് നമ്മളെ പലപ്പോഴും തെറ്റായ ധാരണകളിലേക്ക് നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് എഴുതപ്പെട്ടപ്പോൾ ഇങ്ങനെ ഓരോ വാക്കുകളും വാക്കിനും 1, 2 എന്നുള്ള അക്ഷരങ്ങളോ അല്ലെങ്കിൽ ഒരു അധ്യായത്തിന് ഇത് അധ്യായമാണ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതിന് ചില മാർഗരേഖകൾ അവർ കണ്ടെത്തി, പരിഭാഷകർ അതുകൊണ്ട് ചെയ്തത്. സാധാരണ അവർ പറയുന്നത്, ഒരു ആശയം സമ്പൂർണ്ണമാകുമ്പോൾ അതൊരു സെൻറ്റൻസാണ്, ഒരു വാക്യമാണ്. അതിന് ശേഷം സമ്പൂർണ്ണമായി കഴിയുമ്പോൾ ഒരു കുത്തിടും, ഒരു പീരിയഡ്, ഒരു സ്റ്റോപ്പ് ഇടും, ഫുൾ സ്റ്റോപ്പ് ഇടും. അപ്പം അങ്ങനെ ഒരു ആശയം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അതിനുശേഷം പിന്നെ തുടർന്ന് അതിനെക്കുറിച്ചോ വേറെ കാര്യങ്ങളോ പറഞ്ഞ് അങ്ങനെ ഓരോ രീതി അനുസരിച്ചാണ് അവർ എഴുതി വരുന്നത്. എന്നാൽ നമ്മുടെ മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും ഒക്കെ പരിഭാഷപ്പെടുത്തിയപ്പോൾ ഭാഷയുടെ സൗകര്യാർത്ഥവും നമുക്ക് മനസ്സിലാക്കാനുള്ള രീതിക്കും വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെയല്ല ദൈവത്തിന് എഴുതപ്പെട്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഗുണകരമായിരിക്കാം, എന്നാൽ ചില സമയത്ത് ദൈവിക സത്യങ്ങൾ കാണാൻ പറ്റാത്ത രീതിയിൽ ഇത് നമുക്ക് ഒരു വിഘ്നമായി തീരാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഈ മഹിമയുടെ വലത്ത് ഭാഗത്തിരുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് എബ്രായ ലേഖനക്കാരൻ്റെ അടിസ്ഥാനത്തിൽ പുത്രനാണെന്ന് നമുക്കറിയാം. പുത്രനാണ് പാപപരിഹാരം നടത്തിയത്, പുത്രനാണ് വലത്ത് ഭാഗത്ത് മഹിമയുടെ വലത്ത് ഭാഗത്ത് ഉയരത്തിലിരുന്നത് എന്ന് നമുക്ക് അറിയാം. എന്നാൽ ഈ 1-ാം അധ്യായത്തിന് മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോഴാണ്, അതിൻ്റെ 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിലാണ് നമുക്ക് യേശു എന്നുള്ള ആ വാക്ക് തന്നെ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ദൈവം അരുളി ചെയ്തു, പുത്രൻ അരുളി ചെയ്തു, പുത്രൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെയാണ്, അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്, അവൻ പാപപരിഹാരം നടത്തിയവനാണ് എന്നെല്ലാം പറഞ്ഞ മഹിമയുടെ വലത്ത് ഭാഗത്തിരുന്ന് എന്ന് പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക ഈ യേശു എന്നുള്ള പേര് പോലും വരുന്നത്. 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിൽ അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നമുക്ക് കാണുന്നു. അപ്പം നമ്മൾ 1-ാം അധ്യായം വായിച്ചു കഴിയുമ്പോൾ ഇത് പുത്രനാണ് എന്നും പുത്രൻ്റെ സവിശേഷതകളും അവൻ്റെ ദൈവികത്വവും അവൻ്റെ കാൽവരി മരണവും എല്ലാം അവിടെ വ്യക്തമായി പറഞ്ഞ് പഴയ നിയമത്തിൽ നിന്ന് പുത്രൻ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടരുകയാണ്. എന്നാൽ 2-ാം അധ്യായം വരുമ്പോഴേക്കും അവിടെ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ കേട്ട വചനം വളരെ ശ്രദ്ധയോടുകൂടി അത് കരുതേണ്ടത് ആവശ്യമാണ്. എന്നാൽ യേശു ആരാണ് എന്നുള്ളത്, ഈ പുത്രൻ ആരാണ് എന്നുള്ളത് നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നത്. ഈ ലേഖനത്തിൽ പല വട്ടം എഴുതിയിട്ടുണ്ട്. അത് 3 കാര്യങ്ങളാണ്, 3 പ്രാവശ്യം അത് എഴുതിയ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് യേശു ആരാണ് എന്നുള്ളത്, യേശുവിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇതിൻ്റെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ 3 പ്രധാനപ്പെട്ട 1, 2, 9 അവൻ യേശു
ദൈവകൃപയാൽ എന്ത് സംഭവിച്ചു? മരണം ആസ്വദിപ്പാൻ ദൂതന്മാരൽപ്പം ഒരു സാക്ഷ്യം വന്നുകൊണ്ട് യേശു മരണം അനുഭവിച്ചതുകൊണ്ട് യേശുവാണ് മരിച്ചത്. എന്നാൽ ഇവൻ പുത്രനാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മർമ്മമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ 3-ാം അധ്യായത്തിന് 1-ാം വാക്യം അവിടെ എബ്രായ ലേഖകൻ പറയുകയാണ്, അതുകൊണ്ട് 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും ഈ പുത്രനെക്കുറിച്ചും പുത്രൻ്റെ കാൽവരി മരണത്തെക്കുറിച്ചും അവരുടെ യാഗത്തെക്കുറിച്ചും എല്ലാം അവൻ ആരാണ് എന്താണ് ഒക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പസ്തോലനും മഹാപൗരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. അവിടെ ഒരു വാണിംഗ് ആണ്, ഒരു ശ്രദ്ധിച്ച് നോക്കുവിൻ എന്ന് ഒരു കൽപ്പന നമുക്ക് നൽകുകയാണ്. ആരെയാണ് നമ്മൾ നോക്കേണ്ടത്? യേശുവിനെയാണ്. അപ്പോൾ അത് വ്യക്തമായിട്ട് നമുക്കറിയാം ഇത് യേശുവിനെ സംബന്ധിച്ച ലേഖനമാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ദൈവം ആര്, യേശു ആര്, യേശു ക്രിസ്തു ആര്, ദൈവപുത്രനായ യേശു ക്രിസ്തു ആര് എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ട, നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെയും വരാനുള്ള ലോകത്തെയും സ്വാധീനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാമമാണ്. അതുകൊണ്ടാണ് അപ്പസ്തലന്മാർ ആദിമസഭയിൽ പഠിപ്പിച്ചൊരു വിഷയമാണ്, വേറെ ആരും രക്ഷയില്ല, ഭൂമിക്ക് മീതെ ആകാശത്തിന് താഴെ ഭൂമിക്ക് മീതെ നൽകുന്ന വേറൊരു നാമവുമില്ല യേശു ക്രിസ്തു എന്ന നാമം അല്ലാതെ. അതുകൊണ്ട് ഈ യേശു ക്രിസ്തു എന്ന ഈ വ്യക്തിയെ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കി, ഒരു കാൽവരി മരണത്തെ മനസ്സിലാക്കി നാം രക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് ഈ എബ്രായ ലേഖനമൊക്കെ വളരെ ഗുണകരമായ ദൈവിക വെളിപ്പാടാണെന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ മഹിമയുടെ വലുപ്പതിരുന്നവൻ ആരാണ് നമ്മൾ പഠിക്കുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിലും യേശു എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആ മറിയയുടെ പുത്രനായി ജനിച്ച ആ മനുഷ്യൻ എന്ന വ്യക്തി, ആ മനുഷ്യൻ്റെ പേരാണ് യേശു എന്നുള്ളത്. എന്നാൽ അവൻ ദൈവപുത്രനാണ് എന്ന് 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. നിസ്സംശയം നമുക്ക് ബൈബിൾ കോട്ട് ചെയ്യാവുന്നൊരു വാക്യമാണ്. 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകയാൽ ദൈവപുത്രനായ യേശു, നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇവൻ ദൈവപുത്രനായ യേശുവാണ്. യേശു ആകാശത്തിൽ കൂടി കടന്നു പോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വകാര്യം മുറുകെ പിടിച്ചു കൊള്ളുക എന്ന് ഒരു കൽപ്പന നൽകുകയാണ്. അപ്പോൾ ഇവിടെ 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിലും 3-ാം അധ്യായം 1-ാം വാക്യത്തിലും യേശു എന്ന പദം ഉപയോഗിക്കുകയും, എന്നാൽ 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇവൻ ദൈവപുത്രനായ യേശുവാണ് എന്ന്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എബ്രായ ലേഖനത്തിൽ നിന്ന് പറയാൻ പറ്റും, ഈ യേശുവാണ് പാപപരിഹാരം നടത്തിയത്, ഈ യേശുവാണ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത്, മഹിമയുടെ വലതുഭാഗത്ത് സ്വർഗത്തിലിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് നിസ്സംശയം നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദൈവിക സത്യങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പ്രവൃത്തിയിലൊക്കെ ചില മാറ്റങ്ങൾ അത് ഉണ്ടാക്കും എന്ന് ആണ് വേദപുസ്തകം പറയുന്നത്. നാം സാധാരണ പറയാറുള്ളത് പോലെ നാം ഇനി എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഈ യേശുവിനെ കണ്ടെത്തി അവനിൽ വിശ്വസിച്ച നാം എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ, അവന് വേണ്ടി ജീവിക്കണം. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കാൻ എല്ലാവരും മരിച്ചു എന്നും, ഇനി ജീവിക്കുന്നവർ ആർക്കും എന്ത് ചെയ്യണം? ഈ എല്ലാവർക്കും വേണ്ടി മരിച്ചതിന് വേണ്ടി ജീവിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കണം. അതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെ നമ്മൾ ഈ യേശു ആരാണ് എന്നുള്ള കാര്യങ്ങൾ എബ്രായ ലേഖനം മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അതിനുശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് എന്ന് പറഞ്ഞല്ലോ, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ദൈവിക വെളിപ്പാടുകളും സത്യവും നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതുകൊണ്ട് therefore നിങ്ങൾ കേട്ട വചനം നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളാൻ ആവശ്യമാണ്.
എന്നാൽ ഇന്ന് വാസ്തവമായ വേദപുസ്തകത്തിലെ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാൻ തക്കവണ്ണം പഠിപ്പിക്കുന്ന ആൾക്കാർ ഇന്ന് കുറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഈ ബൈബിൾ ചർച്ച് ഈ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ തുടങ്ങാനുള്ള കാരണം അത് തന്നെയാണ്. ഓരോ സഭകൾക്കും അവരുടേതായ ക്രിസ്തുക്കളും ആ ക്രിസ്തുവിനെ സംബന്ധിച്ച ഉപദേശങ്ങളുമാണ്. എന്നാൽ അത് വാസ്തവത്തിൽ വേദപുസ്തകം പറയുന്ന സാക്ഷാൽ ദൈവപുത്രനായ യേശു പാപപരിഹാരം വരുത്തി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനാണ്. അവനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അവനെ വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല. പ്രത്യുത ദൈവക്രോധത്തിൽ വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ദൈവക്രോധത്തിന് ആഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ നിത്യജീവൻ ആഗ്രഹിക്കുന്നു? അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അങ്ങനെ നമ്മൾ 2-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നത് അതുകൊണ്ട് 1-ാം അധ്യായം നമ്മൾ ഒന്നുകൂടി പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും നമ്മൾ പഠിച്ചു വരുമ്പോൾ ഓരോ കാര്യങ്ങളും പഠിച്ചിങ്ങനെ വരുമ്പോൾ അത് ഇൻഡക്റ്റീവ് സ്റ്റഡി, ഡിഡക്റ്റീവ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നിനോടൊന്ന് യോജിക്കുന്ന രീതിയിൽ 1-ാം വാക്യത്തിൽ ആദ്യത്തെ സെൻറ്റൻസ് എന്ത് പറഞ്ഞു, 2-ാം സെൻറ്റൻസ് എന്ത് പറയുന്നു, അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ആശയം പറയുന്നതാണ് ഒരു ചാപ്റ്ററായിട്ടൊക്കെ സാധാരണ നമ്മൾ വായിക്കേണ്ടത്. എന്നാൽ 1-ാം അധ്യായത്തിന് മുതൽ 4-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ ഒരു പ്രധാന പ്രമേയമായിട്ടാണ് പല വേദപണ്ഡിതന്മാരും കണ്ടിരിക്കുന്നത്. 4 അധ്യായങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ദൈവപുത്രനായ യേശുവും പാപപരിഹാരം ചെയ്തവൻ മാത്രമല്ല, അവൻ രാജാവായിട്ട് ഈ ലോകത്തിൽ വാഴേണ്ട, ദാവീദിൻ്റെ പുത്രനായിട്ട് വാഴേണ്ട, ജെറുസലേമിൽ നിന്ന് വാഴേണ്ട ഒരു വ്യക്തി കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം 1-ാം അധ്യായത്തിൽ തന്നെ പഴയ നിയമത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞ ദൈവിക വചനം ഈ പുത്രനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ അവൻ ദാവീദിൻ്റെ പുത്രനും നിത്യസിംഹാസമുള്ളവനും നിത്യരാജാവുമായ ഒരു മനുഷ്യനാണ്. എന്നാൽ ഇവൻ ദൈവപുത്രനാണ്, ഇവൻ സൃഷ്ടാവാണ്. അതുകൊണ്ടാണ് ഈ യേശുക്രിസ്തുവിൻ്റെ ദൈവികത്വവും മനുഷ്യത്വവും ഏകവ്യക്തിയിൽ നിത്യമായിട്ടുള്ള ഒരു യോജിപ്പാണ് എന്ന് വിശ്വസിക്കാൻ ഇടയാക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ എന്തുകൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങൾ കേട്ട വചനം അത് കൂടുതൽ കരുതിക്കൊള്ളാൻ ആവശ്യമാണ്. കേട്ട വചനം അതുകൊണ്ട് കേൾക്കണം. ദൈവം ആരും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അബദ്ധമാണ്. കാരണം ദൈവം എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളെ കേൾപ്പിക്കും. അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളൊക്കെ അതിനൊരു ചെറിയ മുഖാന്തരങ്ങൾ മാത്രമാണ്. ഏത് സ്ഥലത്ത് ഗുഹയിൽ പോയി ഒളിച്ചാലും, താരങ്ങൾ ഈ സ്റ്റാർസൊക്കെ ഉള്ള സ്റ്റെല്ലാർ സ്പേസിലൊക്കെ പോയി അവിടെ പോയി പാർത്താലും ദൈവം നിങ്ങളെ സുവിശേഷം കേൾപ്പിക്കാനായിട്ട് ശക്തനാണ്. ദൈവം കേൾപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം തീരുമാനിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവവിശ്വാസികളല്ല. നിങ്ങൾ സാക്ഷാൽ ദൈവത്തെ അറിയുന്നവരും എന്നാൽ നിരാകരിക്കുന്നവരാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് നാം ഇത് വളരെ സൂക്ഷിക്കുകയും കരുതേണ്ട ഒരു വിഷയമാണ്. യേശു എന്ന വ്യക്തിയെ സംബന്ധിച്ച, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അതാണ് 1-ാം അധ്യായത്തിലെ 1 മുതൽ 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വരെ നിങ്ങൾ ഒരു സെറ്റായിട്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ 1 അധ്യായം 4 മുതൽ 2-ാം അധ്യായം 4 വരെ വായിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ദൈവികത്വം, യേശു ദൈവപുത്രനാണ് എന്നുള്ള വിഷയങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അതുപോലെ തന്നെ പഴയ നിയമ പ്രവചനങ്ങളിൽ നിന്ന് ഇവൻ പുത്രൻ ആരാണ് എന്ന് 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, 1-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഏകദേശം 12 പഴയ നിയമ പ്രവചനങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ലേഖകൻ പറയുകയാണ്, ഇതാണ് പുത്രൻ. അപ്പം ഈ പുത്രനെ സംബന്ധിച്ച ആ രൂപരേഖ, ഇവൻ ആരാണ്, ഇവൻ്റെ സ്വഭാവം എന്താണ്, ഇവൻ നിത്യനാണോ, ഇവൻ ദൈവമാണോ, ഇവൻ എന്തുകൊണ്ട് മരിക്കേണ്ടി വന്നു എന്നുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ധാരണകൾ. കാരണം ഞാനിത് പറയുന്നതിൻ്റെ കാരണം, ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കണം, ആരെന്ത് പറഞ്ഞാലും എന്തുകൊണ്ട് വിശ്വസിക്കണം. കാരണം എൻ്റെ ആത്മീയ വിഷയമാണത്. സ്വർഗത്തിൽ പോയെങ്കിൽ ഞാനാ പോകുന്നത്, നരകത്തിൽ പോയെങ്കിൽ ഞാനാ പോകുന്നത്.
അതുകൊണ്ട് ഇതെൻ്റെ പ്രത്യേക വിഷയമായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത് വായിക്കുന്നില്ല, വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല? അത് ചെയ്യേണ്ട വിഷയമാണ്. ഇന്ന് ജന്മനാലും മറ്റുള്ളവരെക്കാൾ പിടിക്കപ്പെട്ട് ഇന്ന് ഫിഷേഴ്സ് ഓഫ് മെൻ, മനുഷ്യരെ പിടിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തിലുണ്ട്. ജന്മനാലും അല്ലാതെയും നമ്മൾ പിടിക്കപ്പെട്ടവരാണ്. അതിൽ നിന്നൊരു മോചനം, സാക്ഷാൽ സ്വാതന്ത്ര്യം, പുത്രൻ സ്വാതന്ത്ര്യം നൽകുന്നെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. അതിന് ഈ പുത്രൻ എന്നുള്ള വ്യക്തി, ഈ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ നന്നായിട്ട് മനസ്സിലാക്കി അത് കരുതുകയും അത് നമ്മൾ സൂക്ഷിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പം അങ്ങനെ 5-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴും അവിടെ അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ അല്പമായിട്ട് കഴിഞ്ഞ ആഴ്ച ഞാനതിനെക്കുറിച്ച് പറഞ്ഞു. 1-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ 1:5 നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും എന്നും ദൂതന്മാരിൽ ആരെങ്കിലും വല്ലപ്പോഴും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇത് പുത്രനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് പഴയ നിയമത്തിൽ നിന്ന് സങ്കീർത്തനം 2:7 വാക്യത്തിൽ നിന്നും 2 ശമൂവേൽ 7:14 വാക്യത്തിൽ നിന്നും രണ്ട് പ്രധാനപ്പെട്ട പ്രവചനങ്ങളിൽ നിന്ന് എഴുത്തുകാരൻ പറയുകയാണ്, ഇവനാണ് പുത്രൻ. ഈ പുത്രനാണ് നമുക്ക് പരിഹാരം വരുത്തിയത്. നമുക്കറിയാം 2 ശമൂവേൽ 7:14 ദൈവം ദാവീദുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ദൈവം ദാവീദുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഇത് ദൈവം ദാവീദുമായിട്ട് ചെയ്യുന്ന ഉടമ്പടിയാണ്. അതിന് ദാവീദിന് ഒരു പങ്കുമില്ല. ദാവീദിനോട് പറയുകയാണ്, ഞാൻ നിനക്ക് നിത്യസിംഹാസനം നൽകും, അത് നിൻ്റെ പുത്രനായിരിക്കും. അത് നിത്യമായ സിംഹാസനവും നിത്യമായ വ്യക്തിയുമായിരിക്കും. ആ രാജ്യത്വം ഒരിക്കലും അത് എന്നേക്കുമുള്ളതാണ്. ഇത് ദൈവം ദാവീദിനോട് ചെയ്ത കാര്യം. ആ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് എബ്രായ ലേഖനം പറയുകയാണ്, ഇതാണ് പുത്രൻ. 2 ശമൂവേൽ 7:14. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. 2-ാം ഭാഗത്ത് ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. ഈ ദാവീദിനോട് ദൈവം ചെയ്ത പ്രമാണമാണത്, ഉടമ്പടിയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ദൈവപുത്രനായ യേശു ക്രിസ്തു ആരാണ്? അപ്പം ഇവിടെയാണ് നമ്മുടെ ദൈവശാസ്ത്രങ്ങളിൽ വ്യത്യാസം വരാൻ പോകുന്നത്. നമുക്കൊരു മാനസാന്തരം വരാൻ പോകുന്ന അവിടെയാണ്. ഇവനെക്കുറിച്ചുള്ള വ്യക്തമായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അവൻ പുത്രനാണെന്നും അവൻ ദൈവമാണെന്നും അവൻ മനുഷ്യനെ അവതരിച്ച് രാജാവായിട്ട് നിത്യസിംഹാസനത്തിലിരുന്ന് ഇസ്രായേലിലെ ജെറുസലേമിലിരുന്ന് ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നുള്ളവനായി അവിടെ നിന്ന് ഭരണം നടത്തേണ്ട രാജാവാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ദൈവശാസ്ത്രത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാൻ പോവുകയാണ്. സങ്കീർത്തനം 2:7 2-ാം സങ്കീർത്തനം, ശത്രുക്കൾ, ഈ പുത്രനെ സംബന്ധിച്ച ശത്രുത്വം അവിടെ പറയുകയാണ്, ഞാൻ നിന്നെ ഇന്ന് നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു അഗാധമായ നിത്യമായ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഈ പുത്രൻ. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിൻ്റെ 6-ാം വാക്യം 7, 8, 9, 10, 11, 12, 13 ഈ വാക്യങ്ങളെല്ലാം നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് വായിക്കുമ്പോൾ അവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞു, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാരോട് സംസാരിച്ചിട്ട് ആ സംസാരിച്ച വിഷയങ്ങൾ ദൈവ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ, നിയമപുസ്തകത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തന പുസ്തകങ്ങളും. അങ്ങനെ 3 ഡിവിഷനാണ്, വിഭാഗം ചെയ്തിരിക്കുന്ന 3 തരത്തിലാണ്. ഇതിൽ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാണ് പുത്രൻ. അപ്പം അതുകൊണ്ട് ഈ പുത്രൻ്റെ ഒരു സവിശേഷതയാണ്, അവൻ രാജാവ് ആകേണ്ടവനായിരുന്നു. എന്നാൽ അവൻ വന്നു, രാജാവ് വന്നു, രാജ്യം അവർക്ക് ഇസ്രായേലിനോട് പറഞ്ഞു, ദൈവരാജ്യം സമീചിരിക്കാൻ മാനസാന്തരപ്പെട്ട് നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു? ഒരു രാജാവിനെ അവർ
ക്രൂശിക്കാനുണ്ടായത്. അതുകൊണ്ട് അവൻ വന്ന് ഇത് രാജ്യം സ്ഥാപിച്ച് അതിനോട് രാജാവായിട്ട് വാഴാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ ഈ യേശു പുത്രൻ്റെ ദൈവികത്വം മാത്രമല്ല, അവൻ്റെ രാജ്യത്വത്തെക്കുറിച്ചും അവൻ ദൂതന്മാരിൽ വലുതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് വായനക്കാരെ ബോധ്യപ്പെടുത്തുന്നത്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ കേട്ട വചനം നിങ്ങൾ കരുതിക്കൊള്ളുവാൻ. കാരണം നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പോരാട്ടങ്ങളേ ഉള്ളൂ. നമ്മളെ സഹായിക്കാൻ ദൈവം മാത്രമുള്ള ഒരു സംവിധാനമാണ് ക്രിസ്തീയ വിശ്വാസം. അത് സൂക്ഷിച്ചില്ല എങ്കിൽ അത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ ചർച്ച്, പാലാരിവട്ടം ബൈബിൾ ചർച്ചിൻ്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. 1, ദൈവവചനം പ്രസംഗിക്കുക, സുവിശേഷം പ്രസംഗിക്കുക. ഈ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ അത് പഠിപ്പിക്കുക. പ്രീച്ച് ദെൻ ടീച്ച്. ഈ വിശ്വാസികൾക്ക് വേണ്ട, അവർ വിശ്വാസികളായി തീരുവാൻ തക്കവണ്ണമുള്ള ദൈവ വചനത്തിൽ നിന്ന് അവരെ പ്രബോധിപ്പിക്കുക, പ്രസംഗിക്കുക. അത് വിശ്വസിക്കുന്നവരെ പഠിപ്പിക്കുക. ഈ പഠിപ്പിക്കലിൽ ഒരു ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം എന്നൊക്കെ ചില ആശയങ്ങളുണ്ട്. 3-മതായിട്ട് ചെയ്താൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാര്യങ്ങൾ, നമ്മൾ പ്രസംഗിച്ച കാര്യങ്ങൾ, നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക. പ്രീച്ച്, ടീച്ച്, ദെൻ റിമൈൻഡ്. അതാണ് സഭയുടെ ഉത്തരവാദിത്വം, ഓരോ വ്യക്തികളുടെ ഉത്തരവാദിത്വം. കാരണം നമുക്ക് മറവി വരും. അതുമാത്രം ഈ ലോകത്തിൻ്റെ ഈ നടക്കുന്ന ഇന്നത്തെ മൾട്ടിമീഡിയ വേൾഡിൽ നമ്മൾ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന പോലെ നമ്മൾ ഒഴുകിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. ഈ ലോകമായിട്ട് മയപ്പെടാനാണ് എളുപ്പം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട്, അവനിൽ വിശ്വസിച്ചുകൊണ്ട്, അവൻ്റെ ശക്തിയിൽ ജീവിക്കാൻ തക്കവണ്ണം അവൻ തന്നെ നമുക്ക് കൃപ നൽകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഈ എബ്രായ ലേഖനം നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ വ്യക്തി ആരാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളിത് ചെയ്യണം. എന്തുകൊണ്ട്? യേശു ആരാണ്? അവൻ ദൈവപുത്രനായ യേശുവാണ്. അവൻ പാപപരിഹാരം വരുത്തിയവനാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. 3-മതായിട്ട് ഒന്ന് അവൻ്റെ ദൈവികത്വം, 2-മത്തെ അവൻ പഴയ നിയമവചനങ്ങളിലെ പുത്രൻ, 3-മതായിട്ട് ദൈവവചനത്തിൻ്റെ ഉറപ്പും സ്ഥിരതയും. ഇത് മാറ്റമില്ലാത്ത ദൈവവചനമാണത്. ഇത് വിൻസെൻ്റ് തോമസ് എഴുതിയുണ്ടാക്കിയതോ പരിഭാഷപ്പെടുത്തിയതൊന്നും അല്ല. എന്നാൽ ഇത് എങ്ങനെ എഴുതപ്പെട്ടുവോ അത് അപ്രകാരമാണോ എന്ന് പരിശോധിച്ച് അതിൻ്റെ പരിഭാഷയൊക്കെ നോക്കി അങ്ങനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഈ കാര്യങ്ങളിൽ വലിയ പണ്ഡിതനല്ല. അതിന് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, അറിയാവുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എല്ലാം ശിഷ്യത്വം സ്വീകരിച്ച് അവർ പഠിപ്പിച്ച കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി ദൈവിക സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് 3-മതായിട്ട് ദൈവവചനത്തിൻ്റെ ഉറപ്പും സ്ഥിരതയും ഉള്ളത് കൊണ്ടും അതുകൊണ്ടും എന്ത് ചെയ്യണം? കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതണം. അപ്പോൾ 2 ഉത്തരവാദിത്തങ്ങളാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ ഈ ദൈവവചനം എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ എങ്കിൽ, എന്നിൽ നിന്നോ അല്ലാതെയോ കേട്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്തമുള്ളവരാണ്. നിങ്ങൾ കേട്ട സത്യവചനമാണ് എങ്കിൽ അത് ദൈവവചനപ്രകാരമുള്ള ദൈവപുത്രൻ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചും അവൻ്റെ പാപപരിഹാര വിലയെ സംബന്ധിച്ചുള്ള സുവിശേഷമാണ് എങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ച് കൊള്ളുവാൻ, കരുതിക്കൊള്ളുവാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഇത് നെസസറിയാണ്, ആവശ്യമാണത്. അല്ലെങ്കിൽ അത് പറ്റും, നമ്മൾ ഒഴുകിപ്പോകാൻ എളുപ്പം, എന്നാൽ പിടിച്ചു നിൽക്കാൻ തക്കവണ്ണം ദൈവകൃപ, മതിയായ ദൈവകൃപയുണ്ട്. അതിൽ നമ്മൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതുമാത്രം 2-മത്തെ പ്രധാനം അതുകൊണ്ട് therefore എന്നുള്ള ആ വാക്കുകൊണ്ട് 2-മതായിട്ട് എഴുത്തുകാരൻ പറയുകയാണ് ഇത്ര വലിയ രക്ഷ. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓർപ്പിച്ചത്, എത്ര വലിയ രക്ഷകനാണ്, ഇത്ര വലിയ രക്ഷയാണ്.
അതുകൊണ്ട് ഇത് നമ്മൾ ഗണ്യമാക്കണം. ഇത് സ്വന്തം വിഷയമായി നിങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ്. സ്വന്തം വിഷയമായിട്ട്. ദൈവം എല്ലാവരുടെയും ദൈവമാണ്. ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ്. ദൈവവചനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ആ നിലയിൽ നമുക്ക് വ്യക്തിപരമായിട്ട് ഈ ദൈവത്തെ അറിയാനും, ഈ പുത്രനെ ആയ യേശുക്രിസ്തുവിനെ അറിയാനും, അവൻ്റെ കാൽവരി മരണത്തെ അറിയാനും, ദൈവവചനത്തിൽ നിന്ന് അറിയാനും ഉള്ള വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ അത് ഗുരുതരമായ നിത്യമായ പ്രശ്നങ്ങളിലേക്ക് കടക്കും എന്ന് ദൈവവചനം പറയുകയാണ്, ഞാനല്ല. ആരെയും ഭീതിപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. നിങ്ങളെ മാടി വിളിക്കുകയാണ്. ദൈവിക സത്യങ്ങളിലൂടെ മാടി വിളിക്കുകയാണ്. കം, ഇഫ് യു തേഴ്സ്റ്റി ഡ്രിങ്ക്. നിങ്ങൾ ദാഹിക്കുന്നെങ്കിൽ എനിക്ക് കുടിക്കുക, ഫ്രീ ആയിട്ട് കുടിക്കുക. ഇത് ഫ്രീ ശുശ്രൂഷയാണ്. അപ്പോൾ ഇത്ര വലിയ രക്ഷയെ നമ്മൾ ഗണ്യമാക്കണം എന്നും ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എബ്രായ ലേഖനം നിങ്ങൾ വായിച്ചാലും അതിലെ മധുരമായിട്ടുള്ള ദൈവിക കാര്യങ്ങൾ, രസകരമായ രക്ഷയ്ക്കൊത്ത കാര്യങ്ങൾ, അതിന് അത്ര വലിയവനായ ദൈവം തന്നെ പുത്രനിലൂടെ ചെയ്ത വലിയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓർപ്പിച്ചു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവും അരുളി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെമായ കർത്താവെ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് നന്ദി പറയുന്നു. അത് വിശ്വാസമായി പരിഗണിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. ഇപ്പോൾ അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. മാനവ മോഹത്തോടത്തേക്ക് നൽകുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. താങ്ക് യു വെരി മച്ച്.